ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൂളിംഗ് കിച്ചൺ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഡെലീഷ്യസായ ചിക്കൻ ദം ബിരിയാണിയാണ്. ഇതിനു വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇനി ഇത് ചിക്കനിലേക്ക് മസാല പിടിക്കുന്നതിന് വേണ്ടി 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ പൊരിച്ചെടുക്കുന്നതിന് വേണ്ടി ചൂടായ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ പൊരിച്ചെടുത്തതിന് ശേഷം നമുക്കത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ബിരിയാണിക്കുള്ള മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി 4 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചൂടായ ഒരു പാത്രത്തിലേക്ക് നേരത്തെ ചിക്കൻ പൊരിച്ച് മാറ്റി വെച്ച വെളിച്ചെണ്ണയിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. വാടിയ സവാളയിലേക്ക് 2 ചെറിയ തക്കാളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചത് 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാല. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കണം. ഇനി നേരത്തെ പൊരിച്ചു മാറ്റി വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പും പുതിനയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ച് മാറ്റി വെക്കുക. ഇനി ബിരിയാണിക്ക് ആവശ്യമുള്ള ഗീ റൈസ് ആണ് ഉണ്ടാക്കേണ്ടത്. അതിനു വേണ്ടി ചൂടായ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ എന്നിവ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ ബിരിയാണി ദം ചെയ്യുന്നതിന് ആവശ്യമായ അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്ക് വറുത്തെടുക്കാം.
അതിനുശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞത് കൂടി പൊരിച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഗീ റൈസിന് ആവശ്യമുള്ള സവാളയും സ്പൈസസും ചേർത്ത് കൊടുക്കുക. അഞ്ച് കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കാം. 2 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കോല റൈസാണ് ഇതിന് വേണ്ടി എടുത്തത്. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇപ്പോൾ വെള്ളം പതിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച് അരി ഇട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഗീ റൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. ദമ്മിടുന്നതിന് വേണ്ടി നേരത്തെ തയ്യാറാക്കിയെടുത്ത മസാലയുടെ മുകളിലോട്ട് ചോറിടുക. ചെറുതായി അരിഞ്ഞ ക്യാരറ്റും മല്ലിച്ചപ്പും പുതിനയും കിസ്മിസും 2 ടീസ്പൂൺ RKGയും ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക. നമ്മുടെ ചിക്കൻ ദം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.